Ladies and gentlemen, Malayalis. Taxi driver Benz lives a quiet life with his ambassador and family. However, his fate shifts and an unexpected twist drags him into a storm that he never saw coming. Tudaram is one of the most popular movies in Malayalam, one of the blockbusters that actually broke the 100 crore mark. I think that happened right after Emperor, and that also went through the 100 crore mark. And I hadn't seen this movie. So I'm very excited to check this one out because of its reach and because of its extremely positive feedback. I think this has got an IMDb rating of over 7.3. So a lot of hope for this one. Without further ado, let's get right into it. ഒന്നും കാണാൻ പറ്റുന്നില്ല. DC മൂവി വേറെ നല്ല ഡാർക്കാണല്ലോ സാധനം. എന്താ ഇത്? My God. അടിപൊളി ഷോട്ട്. My God. കേക്കണം നമ്മുടെ MGR, രജനീകാന്ത്, എന്നെ ട്രാൻസിഷൻ നമ്മുടെ മമ്മൂട്ടി, മോഹൻലാൽ, തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായിരുന്നു എനിക്ക് തോന്നുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എനിക്കെന്നെ കണ്ടിട്ട് ഭയങ്കര ടെൻഷനായി. എങ്ങനെയാണ് ഈ താരത്തിൽ നിന്ന് സൂപ്പർ താരത്തിലോട്ടായതെന്ന് സ്വാമിക്ക് അറിയാമോ? എടാ ഞങ്ങളൊക്കെ കാശ് കൊടുത്ത് കൈയടിച്ച് വിട്ടിട്ടല്ലടാ. എന്റെ ഞാനൊക്കെ എത്ര നായക നടന്മാർക്ക് ഗ്രൂപ്പ് ഇട്ടേക്കണ എന്റെ സ്വാമി. മറയ്ക്ക് പോയിട്ട് വരാണ്. പണ്ട് കാതൽ പറയും പടത്തിലെ കോമഡി മക്കളെ വണ്ടി ഓടിക്കുന്ന മനുഷ്യരെ കൊല്ലാനായിട്ട് നമ്മുടെ മന്ത്രി എടുത്ത് പറഞ്ഞു കൊടുക്കണ സർക്കാരിന്റെ അല്ലേ അവരങ്ങനെയാ. ഒരു മര്യാദ വേണ്ടേ സ്വാമി? സ്വാമി എനിക്ക് സ്പീഡിപ്പാ. മോഹൻലാലിനെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു. പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു റിവ്യൂ കണ്ടിട്ട് പഴയൊരു മോഹൻലാൽ നമുക്ക് വീണ്ടും കാണാൻ കിട്ടിയെന്ന്. അപ്പൊ എവിടാ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ആ കാതൽ പറവേ. എന്താണ് മാൻ? ഇടാ സ്വന്തമായിട്ടൊരു കാർ ഉള്ളപ്പോ നീ എന്തിനാ ഓട്ടോ പഠിക്കുന്നത്? കാറാ ഇതാ ഇത് മലങ്കൽ, ഭൂലോക മലങ്കൽ. മലങ്കൾട്ടാ വാ കേറ്. സ്വാമി ശരണം. എടാ ഇത്ര എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നല്ല അതിനെയാണ് ഓ തമിഴാണോ? ലളിത, ഞാൻ വണ്ടി ഓടിക്കുക. ലളിത നിങ്ങളുടെ മോൾക്ക് മൊത്തത്തില് അതെന്താ ഞാൻ കൈയോട് പിടിക്കുമ്പോ അത് ബാത്റൂം കുളം കയറിക്കിച്ച് ഞാൻ പൂട്ടി വിട്ടെ. നിന്റെ തന്തയ്ക്കാണടി വട്ട. എന്തോ നാടി എടി ചുമ്മാ അലമ്പുണ്ടാക്കാതെ മിണ്ടായിരിക്കേ. എനിക്കല്ല അലമ്പെന്ന് നിങ്ങളുടെ മോക്കാണ്. അടിച്ച് പിരിഞ്ഞ ഇതൊരു പക്കാ ദൃശ്യം വൈബാണല്ലോ. ഇത് എല്ലാം അതേപോലെ തന്നെയാണല്ലോ. ഒരു വ്യത്യാസം തോന്നണ്ട കണ്ടിട്ട്. എന്താ നിനക്ക് എത്ര രൂപയുടെ ഫോണാ ഞാൻ വാങ്ങിച്ചു കൊടുത്തത്? ഫോൺ ചെയ്താൽ അപ്പനും എടുക്കൂല. അതുകൊണ്ട് തിരിച്ചു വിളിച്ചു പഠിക്കാൻ ഇവിടെ ഒരാളുണ്ടല്ലോ. എല്ലാവരും കൊള്ളാം. ഇതെങ്ങനെ ഒത്തുവരും മനസ്സേ? ഉണ്ടക്കൽ ശേഖർ എവിടെന്ന് കിട്ടിയ പെൻസേ മോഡലിന്? യു നോ ഷീസ് എ ക്രിഞ്ച് ഫെസ്റ്റ് ലേഡി. വാവ്. നിങ്ങളുടെ ഭാര്യ ക്രിഞ്ചാണെന്ന്. ഇവരാണ് മാടമ്പള്ളിയിലെ മാനേജർ. എനിക്കാണ് വട്ട്.
ഫുള്ള് മോഹൻലാൽ മൂവി റെഫറൻസസ് ആണ്. വിളിച്ചാൽ എടുക്കൂല. പിന്നെ വേറെ ഒരുത്തി അച്ഛന്റെ പൊന്നു മോള് റീൽ റാണി. അവക്ക് സ്കൂളിൽ പോയാലും പുറത്തിരുന്ന് കഴിക്കുമ്പോഴാണ് സ്വാദ് കൊടുക്കുന്നത് അല്ലടാ. പാവം പട്ടി. നൈസ് ഡോഗി. മടുക്കും വരെ എല്ലാം നല്ലതായി. ക്രഞ്ച് അമ്മ കണ്ടിട്ടില്ലല്ലോ. உங்களை வந்து உங்க லோகம் எல்லாம் குஸ்தி தான். உடம்பு ஃபுல்லா மசில், மண்டையிலயும் கொஞ்சம் மசில். ദൃശ്യത്തിൽ അതേപോലല്ലേ? മീന പ്ലേ ചെയ്ത അതേ ക്യാരക്ടർ അല്ലേ ഇപ്പം ശോഭന പ്ലേ ചെയ്യണേ? പക്ഷെ പ്രേമിക്കായിരിക്കും എന്നാര് പറഞ്ഞു? കമല സുരയ്യ. പക്ഷെ തലയിലാവരുത്. നിന്റെ തൊന്തോ തൊന്തയ്ക്കും പിള്ളേർക്കും പട്ടിനും വളർത്താം. പക്ഷെ ഭക്ഷണം കൊടുക്കാൻ നീ വലിക്കോടാ. സിഗരറ്റ്. അതെ. എൻ്റെ നെഞ്ചെടുപ്പ് പയ്യെ കൂടുന്നുണ്ട്. ബിക്കോസ് ഇത്രയും നേരം സമാധാനമായിട്ട് സാധനങ്ങൾ പോവുകയാണ്. പക്ഷെ എവിടെയെങ്കിലും ദിസ് വിൽ ഗോ സൈഡ് വേസ്. പക്ഷെ അത് എത്രത്തോളം സൈഡ് വേസ് പോകും, ദൃശ്യം പോലെ സൈഡ് വേസ് പോകുമോ അത് ചെറുതായിട്ടാണോ വലിയ രീതിയിലാണോ എന്ന് അറിയില്ല. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പെട്ടെന്ന് പോയി തുടങ്ങിയാൽ അത്രത്തോളം എനിക്ക് സമാധാനമാണ്. ഇപ്പം എല്ലാം സന്തോഷത്തിലാണ്. അതാണ് എനിക്ക് പിടിക്കാത്ത. என்ன மாஸ்டர் ஃபுல்லா வண்டி ஓட்டிட்டு இருந்தேன். நண்பா பென்சே, என்ன இளவரசு எப்படி இருக்க? நான் நல்லா இருக்கேன்டா. மாஸ்டர் லலிதா கொடுத்தால மருந்து அது தீர்ந்து போச்சுடா. அப்படியா? சரிங்க. யாராவது வந்தா கொடுத்து அனுப்புறியா? அனுப்புறேன் மாஸ்டர், அனுப்புறேன். உன்னை பார்க்கணும் போல இருக்குடா மாஸ்டர். എടാ ഇത്ര നല്ല വണ്ടിയുള്ള വീട്ടിൽ നിന്നാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി സ്നേഹിച്ചാനെ. അങ്ങളേത് മാർക്ക് 2 മാർക്ക് 1 മാർക്ക് 1. മോന്റെ പേരെന്താ? മാർക്ക് 1 അല്ല മോന്റെ. കിരൺ. അങ്ങളെ ഞാൻ മുമ്പിൽ കയറിക്കോട്ടെ. നീയല്ലേ മുൻപ് കേറണ്ടേ? കേറൂ കേറൂ. ടിക്കിപ്പേ കേറടാ. മലങ്കൾട്ട് വണ്ടി അല്ലേ ഇടിച്ചു തിന്നെ. റെഡി? എന്റെ അങ്ങളെ ഇതൊക്കെ ഒറിജിനൽ അല്ലേ? പിന്നെ മമ്മൂട്ടിക്കായുടെ മുകളിലുള്ള പടം കണ്ട ആരാണ്? അതാണ് ഞങ്ങളുടെ മാസ്റ്റർ, പഴനി മാസ്റ്റർ. ഇടി ഇടി നല്ല കിണ്ടലടി. അങ്കിള് സ്റ്റണ്ട്. നീ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഓ അങ്ങനെ ഹിസ്റ്ററി ഉണ്ടോ? സ്റ്റണ്ടബിൾ ആണോ? സ്റ്റൈല് കണ്ട നോക്കിയടാ. അങ്ങളെ ഇതേതാ പടം? ഇടി ഇത് ഏത് പടം? കമലഹാസൻ സാറിന്റെ കൂടെ. വിക്രം വിക്രം വിക്രം. യോഗേഷിന്റെ രാജശേഖർ സാറിന്റെ പഴയ വേറെ വിക്രം ഉണ്ടോ? അൻപ പടം. എല്ലാവർക്കും പപ്പടം കൊടുത്തേ. എല്ലായിടത്തും കഴിക്കടാ. ചോറ് വരും. അക്കായ വറുത്തത്. കായ വാർത്ത തരാം, കായ വാർത്ത. ആ വെറുതെ അല്ല. വിട്ടോ 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 വിട്ടോ. പട്ടിക്ക് കാര്യം മനസ്സിലായി. വിട്ടോ. ഇവരേലോട്ട് വരിക. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഒരു OH ഫുള്ള്. അല്ലേ വേണ്ട, പൈൻറ്റ് മതി. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നില്ലടോ. ചേട്ടാ എന്നെ ടെൻഷൻ ആക്കല്ല, ഒന്ന് ആലോചിച്ചോട്ടെ. വണ്ടി വിട്ടത് കളിയില്ല. ഇത്ര അംബാസഡറുകൾ ഞാൻ ഓടിച്ചിരിക്കുന്നു. ഇത് വിന്റേജ് പറഞ്ഞാണോടാ? ബ്രേക്കില്ലേ? ഓ ഷിറ്റ്. എന്തിനാ ഇറങ്ങി പിടിച്ചു വലിച്ചത്? ഞാൻ ഒതുക്കി വരായിരുന്നു. ബെൻസ് ഉണ്ട്. ആ സോറി തല്ലല്ലേ. എന്നാ പണിയോ എടാ നിനക്കൊക്കെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ കണ്ടൻസർ നല്ല അടി കിട്ടിയിട്ടുണ്ട്. ലോറാമിനും പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എത്ര കാലമാണ് ഈ വണ്ടിയിൽ വെറുതെ ഇങ്ങനെ കാശ് മുടക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് കൊടുത്തൊരു പുതിയ ഒരെണ്ണം വാങ്ങിക്കും. അതെ
നിങ്ങളുടെ വാങ്ങിച്ച പൈസ വല്ല ഞാൻ തരാറുണ്ടോ? ഇല്ല. എന്നാ പിന്നെ മിണ്ടായിരിക്കും. True, he's got a point. നീ അത് വീട് ഇപ്പോഴത്തെ പിള്ളേരല്ലടാ. എൻ്റെ കയ്യിൽ നിന്ന് പോയി ഷാജി. നീ അവനൊന്നും കൂടി വിളി. ഇതാണ് തുടക്കം നമ്മുടെ പ്രശ്നങ്ങളുടെ. Oh man. മുംബൈയിലെ ഡോക്ടർ പവി Let it go, dude. എവിടെയാ? നമ്പർ ഞാൻ കെട്ടുകമ്പ് വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ക്ലാമ്പ് നാളെ വെള്ളിയത്. എടാ, ഈ നമ്മൾ ഈ ശബ്ദം മെസ്സേജ് ആയിട്ട് അയക്കുമ്പോഴേ അതവർക്ക് കിട്ടിയോന്ന് അറിയാനായിട്ട് അതവര് പറയണം. എടാ മണ്ടൻ കുണാപ്പി, നീ കൂടുതൽ എന്നെ മണ്ടനാക്കി. ആകേണ്ട കാര്യമില്ലല്ലേ. ലൂട്ടി പിന്നെ നീ എവിടെയാ? സോറിടാ. നീ എന്തിനാ ഈ കുഴിച്ചിരിക്കണേ? റിപ്ലൈ കൊടുക്ക്. Eh? Oh damn. കൂടെ ആരെയും നിർത്തത്തില്ലല്ലോ. കുറെ നേരം സന്തോഷം, കുറെ നേരം ചിരി, ഇനി കുറെ നേരം സങ്കടം, ഇനി ഒരു ട്വിസ്റ്റ് ഉണ്ടാവും, പിന്നെ വീണ്ടും സങ്കടമായിരിക്കും. ഒന്നുമില്ലടാ. എനിക്ക് ടെൻഷനാണ് ഈ സിനിമ കണ്ടിട്ട്. എനിക്ക് ടെൻഷനുള്ള സിനിമകൾ ഇഷ്ടമല്ല. എന്നെ എന്തിനാ ഇങ്ങോട്ട്? എനിക്ക് വീട്ടിൽ പോകണമെന്ന്. എനിക്ക് മോഹൻലാലിൻ്റെ ഇടി ഉണ്ടാൽ മതി. എന്താണ് സംഭവം? ഇതാണോ പ്രശ്നങ്ങളുടെ തുടക്കം? കമോൺ, ഷാജി കഥയിലോട്ട് വരട്ടെ. വില്ലൻ ലുക്ക്. ഇവനാണല്ലേ വില്ലൻ. എപ്പോഴും ഒരു പോലീസുകാരൻ ഉണ്ടാവല്ലോ വില്ലനായിട്ട്. ദൃശ്യത്തിലും അങ്ങനെയാണല്ലോ. നല്ലതാ. സാറ് വിചാരിച്ച നടക്കും. ലവനെ എൻ്റെ കണ്ണടിച്ച് പൊട്ടിച്ചിട്ടാ ഇറങ്ങി ഓടിയത്. അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ വിചാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തൻ്റെ വർക്ക്ഷോപ്പിലല്ലടോ ആ കൊച്ചു കഴിവർ പണിക്കുന്നത്. അല്ലേ അല്ലേന്ന് പണി പഠിക്കാൻ വന്നതാ സാറേ. അല്ലേ? ആ ആക്രി വണ്ടിക്ക് ആരടാ ടാക്സി പെർമിറ്റ് തന്നത്? സാറ് ലോക്കലോട്ടോ. മാമ, ആ വേട്ടവെളിയനെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഓ അങ്ങനെ മനസ്സിലായി. കഞ്ചാവ് കാണാ പിന്നെ എന്താ പെറ്റി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അടയ്ക്കാം. ഓ വേണ്ട, അടയ്ക്കാം സാറേ. മാമ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പറയുന്ന മനസ്സിലാവില്ലേന്ന്. ഈ പോട്ടൻ എന്ത് കാണാൻ നിൽക്കുക? സാറേ പെങ്ങടെ കല്യാണമേ. ഓ ലീവിന്റെ കാര്യമേ. ബെസ്റ്റ് ടൈം. തലേന്ന് പോയാ മതി. ഇൻസ്പെക്ടർ വരട്ടെ. ചെല്. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. സാറേ, എന്താണ്? CI സാറിനോട് വേണേ ഞാൻ സംസാരിക്കാം. ആ പുറത്ത് കിടക്കുന്ന ആക്രി പിടിച്ചത് ഞാനാ. ഇൻസ്പെക്ടർ ഇല്ലാത്തപ്പോ കാര്യങ്ങൾ. എന്നോട് ഇത് കാണിക്കില്ലായിരുന്നു കുട്ടിച്ച. അത് പിന്നെ പാർക്കിലേക്ക് മാറ്റാൻ കുമ്പഴേക്ക് കൊണ്ടുപോയപ്പോ സാധനം കിട്ടിയില്ല. പിന്നെ വണ്ടി കൊണ്ടുപോയി ശരിയാക്കി രാവിലെ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു. എടേ, ഞാൻ ഓർത്തത് ശരിക്കും. നിങ്ങൾ എന്തോർത്തു? എന്താ നിങ്ങള്? ഒരു കാറിന് വേണ്ടിയാണോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാൻ പോണേ? സാറേ ലീവ് തരൂല സാറേ, എന്റെ കാർ കിട്ടൂല. നമ്മളോട് ഇത് ചെയ്തല്ലോടാ. നീയും തേയും ഞാനും തേയും നമ്മുടെ വണ്ടിയും തേയും. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും.
അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തും നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ റാന്നി. അതാണോ നിങ്ങളുടെ പ്രശ്നം? എന്റെ കാർ ഫെട്ട് ശരിക്കും ഫെട്ട്. ഇവിടെ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാവില്ല. എന്റെ അമ്മയുടെ ഗർഭപാത്രത്തെ ഒളിച്ചിരുന്നാലും പൊക്കിയിരിക്കും. അവന്റെ കാർ കൊണ്ടാണ് നിങ്ങളുടെ മോൻ കഞ്ചാവ് കടത്തിയത്. അപ്പൊ അവനെ കൊണ്ട് കൊടുത്താലേ പോലീസ് സ്റ്റേഷനിൽ സാറന്മാര് വണ്ടി വിട്ടു തരുള്ളൂ. അതുകൊണ്ട് അച്ഛൻ അവനൊന്ന് ഒറ്റിത്തരണം. അത് ശരി, അയ്യോ. ഒറ്റിത്തരണം. എന്റെ കൊച്ചിനെ കൊണ്ട് കള്ളം കഞ്ചാവും കൂടെ നശിപ്പിച്ചിട്ട് അന്വേഷിച്ചു വന്നിരിക്കുന്നു. ഇറങ്ങി പോടാല. പാവം പട്ടി. തന്റെ വർഷോപ്പ് ഞാൻ തീർന്നു ഓർത്താ. എന്താ വെള്ളം വേണോ? പെർമിറ്റ് ഇല്ലാത്ത വണ്ടി ഇങ്ങനെ വിട്ടുകൊടുക്കുക. അത് മതി അല്ലേ? ലാലി വെറുതെ ചോദിച്ചു എന്നുള്ളൂ. ലാലി ചെല്ല്. അപ്പൊ ജയ് ഹിന്ദ്. ലാൽ സന എന്തായി? എന്താ അവിടെ നിൽക്കടാ. അതെ ശ്യാം സാറേ, സാറേ ഇതിങ്ങനെ വല്ല കേസാക്കേണ്ട കാര്യമുണ്ടോ? അതെ, ഇതൊക്കെ ഇവന്മാർക്ക് എവിടുന്ന് കിട്ടുന്നു? ബാഡ് ഐഡിയ ബ്രോ. അല്ല നടക്കൂലേ? ഷാജി വന്നേ. എവിടെ കളസും കീറൂല്ലോ ഷാജി. നോട്ട് എ ഗുഡ് ഐഡിയ ബ്രോ. കാറിൽ 500 ഗ്രാമിൽ താഴെ കഞ്ചാവ് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ 850 ഗ്രാമിൽ താഴെയാണെങ്കിലേ വണ്ടി പിടിച്ചു വെക്കാൻ ഈ കോപ്പന്മാർക്ക് ഒരു അവകാശവും ഇല്ല അല്ലേ? പിന്നെ ഇങ്ങേരെ എവിടെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് നമ്മളെ പിടിപ്പിക്കാനായിട്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? നമുക്ക് ഇവരെ കൊണ്ട് കുറച്ച് പൈസ മുടക്കിച്ചിട്ടേ ഈ പ്രശ്നം ഒതുക്കി തരിക. എന്ത് പറയുക? ഓക്കെ, ഇതാണ് പ്രശ്നമാവാൻ പോകുന്നത്. പൈസ എന്ന് പറയുമ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും വരികയില്ല. അതായത് ഇൻസ്പെക്ടർക്ക് ഒരു 10 രൂപ കൊടുക്കും. പിന്നെ വണ്ടി പിടിച്ച ഈ ചിമ്പാൻസില്ലേ അയാൾക്കൊരു 8 രൂപ കൊടുക്കും. 8 വേണ്ട 7 രൂപ ഉണ്ടാവും. ഇപ്പൊ എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ടോ? കിട്ടാൻ സാധ്യത ഇല്ല, തരില്ല. പേരെന്തെങ്കിലും ഉണ്ടോ? കൊച്ചിന്റെ മാലയൊന്ന് മറിക്കാൻ തരുമോ? ഏയ് ബെൻസേ, ഇറ്റ്സ് എ ബാഡ് ഐഡിയ ബ്രോ. തന്റെ വർക്ക്ഷോപ്പിലെ പയ്യൻ ചെയ്തതാ. എന്തോ ഭാഗ്യത്തിനെ കണ്ണും. നിങ്ങൾ ആദ്യം അവനെ കൊണ്ടുതാ, എന്നിട്ട് കാർ എടുക്കുക മനസ്സ് എന്താ കൊച്ചു കുട്ടികളെ പോലെ ഇല്ല ഷാജി. സാർ ഒരു പാവപ്പെട്ട ഒരു കാറിൽ എന്ത് തൊണ്ടിയാ സാറേ? ഞങ്ങൾക്ക് എല്ലാം അറിയാം. കാശുള്ളടത്ത് നിങ്ങൾ ഇത് ചെയ്തില്ലല്ലോ. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അയ്യോ കോപ്പ്. നീ ഈ ആക്രിയും കൊണ്ട് ജീവിക്കുന്ന എനിക്കൊന്നും ഞാൻ ജനിച്ചു പോയില്ലേ, ജീവിച്ചോളാം. ആരെങ്കിലും കുറച്ചൊന്ന് AC ഇട്ട് കൊടുത്തേ. എങ്ങനെയും രണ്ടെണ്ണം കൂട്ടി പിടിക്കാൻ നോക്കുമ്പോ നിന്റെ ഒരു കുളി നനയും. നിനക്ക് വല്ല നാണുണ്ടാ? നിനക്ക് വല്ല ബോധമുണ്ടാ? കഴിവുണ്ടാ? എങ്ങനെയും പൈസ കൊടുത്ത് വണ്ടി ഇറക്കാം. പൈസ കൊടുത്ത് എന്റെ വണ്ടി ഇറക്കണ്ട. ഞാൻ ഒന്നും പറയാൻ ഞാൻ കാറൊക്കെ മറന്നു. പുറത്താനും പറയല്ലേ? ഇതിനാണ് തന്നെ വിളിച്ചോണ്ട് താനൊരു കാര്യം മനസ്സിലായി. എടോ തനിക്ക് ജന്മത്തിൽ കാർ തിരിച്ചു വിട്ടു തോന്നുന്നു. കിട്ടും. കുറച്ച് കഞ്ഞി എടുക്കട്ടെ? നീ എന്ത് പറഞ്ഞു? ഒരു തീരുമാനമായി എന്ന് പറഞ്ഞു. മഴയെ കണ്ടപ്പോഴേ മനസ്സിലായി അവൻ കള്ളനാണെന്ന്. അണ്ണ അണ്ണ മുണ്ടും മടക്കി കുത്തി മീശയും പിരിച്ച് ഇവന്മാരെ കൂമ്പിടിച്ച് കലക്കണോണ്ണ. പിന്നെ നീ ചുമ്മാ വണ്ടി ഓടിക്കണേ. You're making the problem worse, brother. Stop. Please stop. ആ സിയുടെ വീട്ടിൽ തന്നെ നേരിട്ടൊന്ന് കാണുന്നേ. എന്നിട്ട് കുമ്പിട്ട് നിന്ന് പുള്ളി ഒന്ന് പൊക്കി പറ. ഏട്ടത്തലേതാ നീ ഒരു സ്വയം പൊങ്ങി തന്നെ. Bad idea. ബാക്കി ഊളകളൊക്കെ കണക്കാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് കഞ്ഞിയും പേറും, തേയിലി കിടക്കുന്ന പ്രതികൾക്ക് ചപ്പാത്തിയും ചിക്കനും. എന്താടാ? എന്താടോ
എന്റെ വണ്ടിയുടെ കാര്യം എന്റെ വണ്ടിയുടെ കാര്യം നല്ലതാ. പിന്നെ സാറിനോട് സാറൊന്ന് പോയി പറയാം. ഇൻസ്പെക്ടറെ പോയി കണ്ടാ മതി. എന്താ ജോറി സാറിനെ പോയി കാണ്, അതാ നല്ലത്. വണ്ടി ഇറക്കാൻ വന്ന ഏത് വണ്ടി സാർ? പുറത്ത് കിടക്കുന്ന ഒരു ബ്ലാക്ക് അംബാസഡർ മാർക്ക് 1 KL03L 4455. ഒരു മിനിറ്റ്. ഹലോ, ഇടിക്കോ? ഇരിക്കണോ? ഇയാളത്ര ശരിയല്ല. എന്തുവാണോ കേസ്? സാറേ 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 10-20 വർഷമായിട്ട് മക്കളെ നോക്കുന്ന പോലെ കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണ് സാറേ. എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ആ ചെറുക്ക എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു. ഞാൻ എൻ്റെ നെഞ്ചിൽ തൊട്ട് പറയാം, ഞാൻ ആ വണ്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം സാർ, ആ വണ്ടി ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. എൻ്റെ വയറ്റപ്പഴപ്പാ സാറേ ഈ വണ്ടി. എടോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏത് ചെറുക്കൻ? പറഞ്ഞു തീർക്ക്. സാർ ഞാൻ വണ്ടി എടുത്തോളാം. സാർ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാർ, ഒരു മിനിറ്റ് സാറേ. വണ്ടി ഞാൻ വേറെ ആർക്കും അങ്ങനെ ഓടിക്കാൻ കൊടുക്കാറില്ല സാറേ. ഒരു കാര്യം പറയാം സാർ, എൻ്റെ വണ്ടി വേറെ ആരും ഓടിക്കാറില്ല സാറേ. അതിൻ്റെ നടുക്കിടണം. ആ സാർ സാറേ സാർ പതുക്കെ ഞാൻ എടുക്കാം സാർ. സാറേ എന്തായി സാറേ? അവനെ കെട്ടിയോ കൊന്നോ കുഴിച്ചു മുടിയൊന്നോ നീ നോക്കേണ്ട കാര്യമില്ല സാറേ. എൻ്റെ താക്കോല് സാറേ വണ്ടി കൊടുക്കാൻ പറ്റില്ല. പറഞ്ഞായിരുന്നു പോയിട്ട് കേട്ടോ. സാറേ രാവിലെ അവിടെ കിടന്ന് പട്ടി ഷോ കാണിച്ചാ. എടാ, ഈഗോ തലയ്ക്കാത്തായ അല്ലടാ. അത് ഈ സമയത്ത് വായിക്കാത്ത കുത്തിക്കേറ്റാൻ നോക്കല്ലേ. സാറേ ഞാൻ പറയുന്നു കേക്ക് സാറേ. ഞാൻ വണ്ടിയുടെ ഇങ്ങനെ എടുത്ത് സാറേ പ്ലീസ്. നീ വണ്ടി എടുത്തോണ്ട് കേട്ടാ. നീ താങ്ക്സ് പറയടാ. വണ്ടി കിട്ടി. പള്ളിയുടെ അവിടെ ചെല്ലുമ്പോ തന്നെ മതിലൊക്കെ. എടാ, ഇവിടെ എരുമേലിക്ക് എടുത്ത് നമ്മുടെ PC സിസ്റ്ററിന്റെ കല്യാണം. നീ ഞങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുവിടാവും. ഓ ഷിറ്റ്. ഉടനല്ലേ സാർ വണ്ടി? അതെ, ഞാൻ 2 അടിച്ച കൊഞ്ച. നീ സേഫായിട്ട് വീട്ടിൽ കൊണ്ട് എത്തിക്കണേ. ബെന്നി, നീ വരുന്നില്ലടാ കല്യാണത്തിന്? ആ സാറ് വരുന്നുണ്ടോ? പിന്നെ ഇതിലെന്തോ പ്രശ്നമുണ്ട്. നീ ഇളയരാജ ഫാനല്ലേ? സാറേ ഇതൊക്കെയല്ലേ നമുക്ക് ജീവിക്കാനൊരു പ്രതീക്ഷ നൽകുന്നത്. ഇല്ലെങ്കിലും നമ്മള് നല്ല കാര്യത്തിന് ഇറങ്ങിയല്ലേടാ. എടാ മനസ്സിലായി? അയാളെന്തോ പെശകുണ്ടല്ലോ. ഇയാളാള് ശരിയല്ല. ഓ, ഇയാള് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയാണല്ലോ. കഴിഞ്ഞോ? ക്ഷീണായി പോയി. എന്റെ താക്കോല് നടക്കങ്ങോട്ട് ചൊറിയുന്നു എനിക്കും. താക്കോല് റാന്നിക്കല്ല പിന്നെ. എടാ, നമ്മുടെ സുധീഷിന്റെ കസിന്റെ ഒരു തോട്ടമുണ്ട്. നമുക്ക് അവിടെ വരെ പോവാം. അവിടെ കുറച്ച് പരിപാടിയുണ്ട്. എന്താടാ സ്ഥലത്തിന്റെ പേര്? പാഞ്ചാലിമയുടെ അടുത്ത് പുരക്കയ. സാറേ ഒരുപാട് ദൂരെ. ഇവിടുന്ന് എരുമേലിന്ന് അടുത്താടാ സാറേ. എനിക്ക് നാളെ പിള്ളേരുമായിട്ട് ഓട്ടോ ഉള്ള. ഓടിവാ കണ്ണാ, ചാടിവാ പൊണ്ണേ, വാ വാ അടിച്ചിങ്ങ് കേറുവാ. Very nice comedy. Okay. എടാ, ഇങ്ങനെ ഈ പാട്ട് കേൾക്കുമ്പോഴേ ജീവിക്കാനൊക്കെ തോന്നുന്നുണ്ട് അല്ലേടാ? സാർ ഞങ്ങൾക്കൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു. ഞാനൊരു പത്തനംതിട്ടക്കാരനാണ് സാർ. എൻ്റെ അച്ഛൻ കമ്പത്ത് നിന്നാണ്, അമ്മ പത്തനംതിട്ട എന്നാണ്. അവരൊക്കെ പോയതിന് ശേഷം ഞാൻ ഈ സിനിമാ പ്രാന്ത മൂത്ത് മദ്രാസിൽ പോയി. അവിടെ ഈ പഴനി മാസ്റ്ററുടെ കൂടെ
ഞാനൊരു ഫൈറ്ററായിട്ട് കൂടെ കൂടി. ഞാൻ 10-50-60 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാർ. അതിലും കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട്. സാർ, അത് ഞങ്ങളൊരു തമിഴ് സിനിമയുടെ ആക്ഷൻ ചെയ്യുന്ന സമയത്ത് നുള്ള ശ്രമത്തിൽ അവൻ മരിച്ചുപോയി. വലിയ കേസായി, യൂണിയനിലൊക്കെ അറിഞ്ഞു. മാസ്റ്ററിന് വർക്ക് ചെയ്യാൻ പറ്റാതായി, ഞങ്ങളെയൊക്കെ പിരിച്ചു വിട്ടു. പിന്നെ ഞാനിങ്ങ് പോന്നു. അപ്പൊ ആ മാസ്റ്റർ എന്ന വണ്ടിയാണ് സാർ ഇത്. അപ്പൊ ഇത് ഒരുപാട് ഓർമ്മകളുള്ള ഒരു വണ്ടിയാണ് എനിക്കിത്. ആകെ ഒരു ദുരന്ത കഥയാണ്. അതെ അതെ, ഭയങ്കര കോമഡി. എവിടെയോ ദുരന്തത്തിലൂടെ പോണേ. ഇയാള് ശരിയല്ല. എന്റെ വണ്ടി വേറെ ആരും അങ്ങനെ ഓടിക്കാൻ. തന്റെ കൂടെ ഉള്ളവര് തന്നെയല്ലേ ഇതിന്റെ അകത്ത് കഞ്ചാവ് നടത്തിയത്. ജോ സാറേ, വെറുതെ ബെന്നി സാർ വീണ്ടും ഓരോന്ന് പറഞ്ഞു. എന്തുവാടാ ബെന്നി കഴിവേറി? നിനക്ക് എന്തിനാ കഴപ്പാണ് സാറേ. അത് ഈ വണ്ടി ഓടിച്ചാലേ കഴപ്പ് മാറത്തുള്ളൂ. നിനക്കൊരു റൗണ്ട് പോയി വന്നാൽ നിന്റെ കഴപ്പ് മാറൂലേ? ആ മാറും. സുധീഷേ, നീ കൂടെ ചെല്ല്. കൊളവാക്കല്ലേ പ്ലീസ്. ഇതെങ്ങോട്ടായി പോണേ? ഈ പോകുന്ന വഴിയൊന്നും ശരിയല്ലല്ലോ. ടെൻഷൻ അടിക്കുന്ന സിനിമ. ഈ കല്ലിപ്പ് കുറവുണ്ടോ? മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഡ്രൈവറെ ചെറുതൊരെണ്ണാടി, തണുപ്പ് അങ്ങനെ മാറും. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ കഴിക്കാറില്ല. പിന്നെ എന്റെ വണ്ടിക്കകത്ത് അങ്ങനെ ആരും കഴിക്കാറില്ല. എന്നാ ഇനി അങ്ങോട്ട് തുടരും. ഓൾ ദ ബെസ്റ്റ്. ഈ വണ്ടി അങ്ങോട്ട് ഒരു ബാറായി മാറട്ടെ. This is not gonna end well. Oh my god. ആന വരൂ ഒറ്റയാൻ നേരത്തെ പറഞ്ഞ പോലെ. അതാണോ അതിൻ്റെ സംഭവം? The sound engineering is very nice, man. ഇത് തിയേറ്ററിൽ കാണണം, എന്നാലേ ഫീല് വരുള്ളൂ. അതെ, ചവിട്ടി ഇവിടെ. ഇത് ജീപ്പൊന്നും അല്ലല്ലോ, അംബാസഡർ കാറല്ലേ. ഇതിനകത്ത് വന്നിരുന്ന് തന്നെ കുടിക്കണോ സാറേ? കുടിക്കണോ പിടിക്കണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ വണ്ടി വിട് കോപ്പേ. ചെറ്റ വർത്താനം പറയാതെ. എടാ, ഇന്നോവയൊക്കെ കേറി പോകുന്ന വഴിയായത്. നമ്മളിത് എത്ര പോയതാ. സുധീഷ, നീ ആ കസിനെ ഒന്ന് വിളിച്ചു പോയി. ആ ഉത്സവം നമ്മുടെ തോട്ടത്തിൽ അത് വീണോ പോണേ. വെള്ളമാണല്ലോ. സാറേ, ഇതിനകത്ത് ഇവിടെ എങ്ങനെയാ പോകുന്നത് സാറേ? വണ്ടി എടുക്കണ സാറേ, പോകത്തില്ല. എന്താ ഇതിൻ്റെ അകത്ത് വെള്ളം? നീ ആരെയാണ് പേടിപ്പിക്കുന്നത്? പോലീസാരെയോ? ജോർജ് സാറേ. ഓ സാറേ, സാറിനറിയാമല്ലോ. അയ്യോ, അയാള് ശരിയല്ല. എടാ ബെൻസേ, നമ്മുടെ സുധീഷിന്റെ പെങ്ങടെ കല്യാണം അല്ലടാ നാളെ. നീ ആ വീട്ടുകാരെ കണ്ടല്ലേ? അച്ഛൻ, അമ്മ, വല്യമ്മ, പാവങ്ങളാണ്. ഇവൻ ഈ ജോലി കിട്ടിയപ്പോഴാണ് ആ കുടുംബം തന്നെ ഒന്ന് നിവർന്നു നിന്ന് മയന്നോട്ടെ. ഈ സുധീഷിന് കുറെ കോളും വിളിയൊക്കെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ പെങ്കൊച്ചിനെ ഒരഫെയർ ഒരു ചെറുക്കനുമായിട്ട്. പഠിക്കുന്ന കാലം തൊട്ടുള്ളതാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പൊ കല്യാണമൊക്കെ ആയി വന്നപ്പോഴത്തേക്കും അവൻ കുടുംബത്ത് കയറി വന്ന് ഭീഷണി. കല്യാണം മുടക്കുവന്ന്. നമ്മളൊക്കെ ഇവിടെ ആണുങ്ങളായിട്ട് ഞെളിഞ്ഞ് നിവർന്ന് നിൽക്കുമ്പോഴാണ് അവന്റെ കുന്തളിപ്പ്. കല്യാണ വീട്ടിൽ നിന്ന് സംസാരിച്ച് അവനെ ഞങ്ങൾ മറ്റേ റബ്ബർ ഷെഡിലോട്ട് കയറ്റി. ചെറുക്കൻ കുറച്ച് വേളവനാ. അവന്റെ കയ്യിലേ ഈ പെങ്കൊച്ചിന്റെ കുറച്ച് 1-2 തുണ്ട് പണങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ അവനെ പിടിച്ച് 1-2 പോലീസ് മുറയിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും.
നമ്മുടെ മുന്നിൽ വന്ന് ഈ സുധീഷ് അച്ഛന് വേണ്ടി സഹായം ചെയ്യണമെന്ന് കെഞ്ചിയ നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? പോലീസുകാരനല്ലേടാ, പോലീസുകാരന്റെ കൂടെ നിൽക്കണ്ടേ? അയ്യോ, ഇയാള് പക്ക സൈക്കോണല്ലോ. എന്നെ അഭിനയാണല്ലേ. അത് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ അറിയും, ഞങ്ങളുടെ കൂടെ നിന്ന് തന്നാ മതി. ഒന്ന് കണ്ണടച്ചാ മതിയടാ. Oh my God. ഈ വണ്ടിയുടെ ഡിക്കിയിലെ ആ കഴിവേറുടെ ശവമുണ്ട്. കൈയെടുത്ത് ബ്രോ. ഇപ്പൊ ഈ കാട്ടിൽ ഒരു ശവം കൂടെ ഇയാളുടെ സ്വഭാവം കണ്ടപ്പോഴെനിക്ക് തോന്നി നിന്നേം കൊല്ലും. എൻ്റെ BP ചെക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. ഹൃദയം ഇടിക്കുന്നു. നോക്കി പിടിക്കടാ, കയ്യിലൊന്ന് ചോര. ഇയാളിന് സാക്ഷിയാവൂ. സോപ്പ് ഫുഡും കഴിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് സമാധാനമായിട്ടൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. സമാധാനം എല്ലാം പോയി കിട്ടി. അയ്യോ, ഈ സിനിമയിൽ എന്തൊക്കെ സസ്പെൻസും അടിയൊടിയൊക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്നു, പക്ഷെ ഇത് കുറച്ച് കൂടി പോയി. എനിക്ക് ആ ഒരു ദൃശ്യം വൈബാ തരുന്നത് പഴയ പോലത്തെ. പോലീസുകാരന്മാരോ വില്ലന്മാർ. ഇനിയിപ്പോൾ ഇത് എന്തായാലും മോഹൻലാൽ ഇത് ഒളിപ്പിച്ച് വെച്ചേക്കില്ല, കാരണം അങ്ങനെയാണെങ്കിൽ സിനിമ മുന്നോട്ട് പോകില്ലല്ലോ, അത് മനസ്സിലായി. പക്ഷേ ഇയാൾ മറ്റേ അയാളെ കണ്ടപ്പോഴേ എനിക്ക് സീനുണ്ടായിരുന്നു. ആ ഇൻസ്പെക്ടർ, അയാൾ വൻ സീനാണ്. പക്ഷേ അയാളുടെ ആക്ടിങ് അപാരം. എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു രക്ഷയില്ല. ഡാ മോനെ വന്നേന്നൊക്കെ പറഞ്ഞിട്ട് ആ മാനിപ്പുലേഷനും ഇതൊക്കെ അയാളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. അടിപൊളി, വൻ. പക്ഷേ അയാൾ ഭയങ്കര മാനിപ്പുലേറ്റർ ആകുമ്പോൾ ഓബിയസ്ലി ഇത് ഹാൻഡിൽ ചെയ്യാനും മര്യാദയ്ക്ക് പുള്ളിക്കാരൻ അറിയായിരിക്കും. പിന്നെ മോഹൻലാൽ സ്റ്റണ്ട് ചെയ്യുന്നുണ്ടെന്ന് പണ്ട് തൊട്ടേ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാൻ കിട്ടും, അടിയിടിയൊക്കെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. ഇനി കുറച്ചുകൂടി പ്രശ്നങ്ങളിലോട്ട് പോകുമായിരിക്കും അടുത്ത ഹാഫിലോട്ട്. ഫസ്റ്റ് ഹാഫ് ഐ റിയലി ലൈക്ഡ് ഇറ്റ് മാൻ. ആ ഒരു ചെറിയ സിമ്പിൾ ഡയലോഗ്സ്, സിമ്പിൾ കോമഡി ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ മോൻ്റെ പാർട്ട് അത് നെക്സ്റ്റ് പാർട്ടിലൊരു ക്ലോഷർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കൊള്ളാം. സോ ഫാർ വെരി നൈസ്. അപ്പോൾ ഇത് ആക്ച്വലി തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കുമായിരുന്നു. ആ സൗണ്ട് ഡിസൈനും എൻജിനീയറിങ്ങും സിനിമാറ്റോഗ്രഫിയൊക്കെ ഇറ്റ്സ് വെരി നൈസ്. പ്രത്യേകിച്ച് സൗണ്ട് ഡിസൈൻ. ഒരു കാട്ടിൽ കൂടെ പോകുമ്പോൾ ആ ഒരു ഫീൽ കറക്റ്റ് കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു 55 ഇഞ്ച് 40 ഇഞ്ച് സ്ക്രീനിലാണ് ഇരുന്ന് കാണുന്നത്, പക്ഷെ അതിൽ തന്നെ ഭയങ്കര ഫീൽ കിട്ടുന്നുണ്ട്. വീട്ടിൽ തന്നെ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യണം, അതാണ് ആവശ്യം. സോ ഫാർ സോ ഗുഡ്. അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ. ഞാനും വെയിറ്റ് ചെയ്യാണ്. ഈ ഹൃദയമിടിപ്പൊന്ന് കുറയ്ക്കട്ടെ, BP ഒന്ന് താഴോട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി കാണാം. ഓക്കെ, ഇഫ് യു ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് റിയാക്ഷൻസ്, put a thumbs up and let YouTube know you like what you're watching.
And if there's any other video that you want me to react to, put that also in the comment section. I'll definitely take a look. അപ്പോൾ ഞാൻ പോയിട്ട് വരുന്ന വരെ you guys can wait. Second part also ഈ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും. Unless you guys next video, good night and goodbye.